2017 നാനോ ഓട്ടോമാറ്റിക് മാനുവൽ 17 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 57,000 കിലോമീറ്റർ. ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടി കേട്ടോ. AC പവർ സ്റ്റാറിങ്, പവർ വിൻഡോ, 4 ഡോറ്, പിന്നെ 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സിസ്റ്റം, കാര്യങ്ങൾ, ഡിക്കി ഓപ്പൺ ഒക്കെ വരുന്ന ടൈപ്പാണ്. നല്ല വണ്ടിയാണ്. ഇത് 165 റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. 165 17 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ആകെ 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇത് കൊടുവള്ളി രജിസ്ട്രേഷൻ ഉണ്ട്. കൊടുവള്ളി ആർട്ടോസിലുള്ള വണ്ടിയാണ്. അതല്ല വണ്ടി ഇതാ മക്കളെ, 2016 മോഡൽ റിഡ്സ് പെട്രോൾ വരുന്ന വണ്ടിയാണ്. വണ്ടി റീ രജിസ്ട്രേഷനാണ്. AC പവർ സ്റ്റാറിങ്, 4 പവർ വിൻഡോ, സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. മേജറും ഇല്ല, മൈനറും ഇല്ല. ചെറിയ റീപെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബമ്പർ കാര്യങ്ങളൊക്കെ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് വണ്ടി 78,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് 2016 ലാസ്റ്റ് വണ്ടിയാണ് വരുന്നത്. ഏകദേശം 2.25 റേഞ്ച് ലോണും കയറും. 2.25 3 റുപ്യേൻ്റെ അടുത്ത് തന്നെ ലോൺ കയറും. ഇത് നമുക്കൊരു ഓഫർ റേറ്റിൽ 2.85 കൊടുക്കാം. ഫൈനൽ 2.85 കൊടുക്കാം. 2.25 3 റുപ്യേൻ്റെ അടുത്ത് ലോണും കയറും. 3 റുപ്യേൻ്റെ അടുത്ത് ലോണ് കയറേണ്ടതാണ് എന്തായാലും. ID അനുസരിച്ച് ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻറ്റീരിയലും ഒക്കെ പക്കയാണ് വണ്ടി. ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ സെക്കൻഡ് ഓണർ 71 നിലമ്പൂർ. ഹായ് ഹലോ. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ മുട്ടിൽ യൂസർ കാറിൻ്റെ ഒരു ഷോറൂമിൽ വന്നിരിക്കുകയാണ്. ഓൺ മൈ കാർ എന്നാണ് ഈ ഷോറൂമിൻ്റെ പേര്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നമുക്ക് സാധാരണക്കാരൻക്ക് പറ്റിയ ഏതാണ്ട് 35,000 രൂപ മുതലുള്ള നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടികൾ ഇവിടെ എന്തുണ്ട് നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ടും അതുപോലെ തന്നെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ എന്തുണ്ട് നമുക്ക് വളരെയധികം പ്രചോദനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലോട്ട് നമ്മൾ പോവുകയാണ്. ഇതിനുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്റ്റാഫായ ആഷിക്ക് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഏത് മുതലുള്ള വണ്ടി ഉണ്ടെന്ന് പറഞ്ഞേ? നമ്മുടെ അടുത്ത് 35 റുപ്യ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 35 മുതലുള്ള. അപ്പോൾ നമുക്ക് ആ ചെറിയ പ്രൈസുള്ള വണ്ടികളൊന്ന് കാണാം. 2008 മോഡൽ സ്പാർക്കാണ് വരുന്നത്. AC പവർ സ്റ്റാറിങ്, പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 ഫുള്ള് ടയർ ഉണ്ട്. പുതിയ ടയർ 4 ഉണ്ട്. ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഇപ്പോൾ ഫിറ്റ്നസ് തെറ്റിക്കെടുക്കുക. റിന്യൂവൽ എടുക്കണം. റിന്യൂവൽ മാത്രമേ എടുക്കാനുള്ളൂ. വേറെ പണികൾ കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി ഹൈ ക്വാളിറ്റി സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റിന്യൂവൽ എടുത്താൽ മാത്രമേ 35 റുപ്യക്ക് ഫൈനൽ കൊടുക്കാം നമുക്ക്. 2008 മോഡൽ. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓപ്ഷൻസ് നോക്കണം. AC ഉണ്ട്, പവർ സ്റ്റാറിംഗ് ഉണ്ട്, പവർ വിൻഡോസ് ഉണ്ട്, സെൻട്രൽ ലോക്കും ഉണ്ട്, സിസ്റ്റം വരുന്നുണ്ട്. 35 എന്തെങ്കിലും ഒരു ചായ പൈസ കുറച്ച് കൊടുക്കാം. അത്രയും ഇതാ അടുത്ത വണ്ടി. ഇതാ 99 മോഡൽ വണ്ടി. 99 മോഡൽ 29 വരെ പേപ്പർ. അതായത് പുതിയ റിന്യൂവൽ എടുത്ത വണ്ടി. 2029 5 കൊല്ലം പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഫൈനൽ ഒരു 58,000 റുപ്യട്ടേക്ക് കൊടുക്കാം. 58 റുപ്യ. നല്ല വണ്ടി. 5 കൊല്ലം പേപ്പറിൽ കേട്ടോ. അതായത് 2029 വരെ റിന്യൂവൽ ഉണ്ട് വണ്ടിക്ക്. ആക്സിഡൻറ്റ് കാര്യങ്ങളും മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. അടുത്തത് 2011 മോഡൽ നാനോ. സെക്കൻഡ് ഓണർ വണ്ടി. 40,000 കിലോമീറ്റർ ഓടി വണ്ടി. ടയർ ഭാഗങ്ങളൊക്കെ പക്കയാണ്. എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ്. പിന്നെ ഇൻറ്റീരിയറിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 55 റുപ്യട്ടേക്ക് കൊടുക്കാം. 55,000 റുപ്യക്ക് ഈ വണ്ടി കൊടുക്കാം. 2011 മോഡൽ വണ്ടി. ഇൻഷുറൻസ് ഒക്കെ ഫിറ്റ് ആയിട്ടേ കൊടുക്കുള്ളൂ. പേപ്പർ അടക്കം A to Z ക്ലിയർ ആക്കിയിട്ടേ വണ്ടി കൊടുക്കുള്ളൂ. ഇത് വേണമെങ്കിൽ 10-30 റുപ്യ ലോൺ കിട്ടിയിരിക്കും. 25-30 റുപ്യ വേണമെങ്കിൽ കിട്ടും. സേട്ടുമാരാണ് ഇടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ കിട്ടുമായിരിക്കും, കിട്ടാണ്ടൊന്നുമില്ല. അടുത്തത് 2014 മോഡൽ മാഗ്ന പ്ലസ് ഇയോൺ വരുന്നുണ്ട്. 14 മോഡൽ. AC പവർ സ്റ്റാറിങ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 4 ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഏകദേശം 2 റുപ്യ റേഞ്ചിൽ ലോണും കിട്ടിത്തരാം. 2.35 റേഞ്ചിൽ നമുക്ക് ഫൈനൽ കൊടുക്കുകയും ചെയ്യാം. 35,000 റുപ്യ ക്യാഷ് ഉണ്ടെങ്കിൽ, ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുപോകുകയും ചെയ്യാം കേട്ടോ. സീറ്റ് കവർ കാര്യങ്ങൾ. സിംഗിൾ ഓണർ വണ്ടിയാണ്.
ഇവിടെ വയനാട് രജിസ്ട്രേഷൻ മാനന്തവാടി രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. 70,000 കിലോമീറ്റർ തട്ടുമുട്ടൊന്നുമില്ല. 2:35 കൊടുക്കും. 35 റുപ്യ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. ആ വണ്ടി കൊണ്ടുപോവാം. 5,000 റുപ്യ മാസമോടെ വരുള്ളൂ. അടുത്ത ഇതാ 2014 മോഡൽ അൾട്ടോ 800 ഉണ്ട്. 4 ഫുള്ള് ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. 65,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. തട്ടുമുട്ട് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 2:35 റേഞ്ചിട്ടേ കൊടുക്കാം. 2 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ലോണും കയറും. 2 റുപ്യ ലോണും കരുതരാ. ഒരു 35 റുപ്യ 40 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സെക്കൻഡ് ഓണർ. 2004 മോഡൽ MPF എഞ്ചിൻ വരുന്ന വണ്ടി. 5 കൊല്ലം പേപ്പറിൽ. 2029 വരെ പേപ്പർ ഉണ്ടാവും. AC ആണ്. AC വർക്കിംഗ് ഇല്ല. AC വർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലല്ല മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഓൾഡ് ഷേപ്പ് ബമ്പറൊക്കെ കയറ്റിയിട്ടുണ്ട്. ചെക്കന്മാർ യൂസ് ചെയ്ത വണ്ടിയാണ്. ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ വണ്ടി. 5 കൊല്ലം പേപ്പറിൽ MPF എഞ്ചിനിൽ വരുന്ന വണ്ടിയാണിത്. നല്ല വണ്ടിയാണ്. ഇൻഷുറൻസ് ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യും. ഇത് വരുന്നത് 2003 മോഡൽ 4 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. വണ്ടി KL11 9131 എന്ന് പറഞ്ഞ ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. സ്റ്റാൻഡേർഡാണ് വണ്ടി. AC കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്ററൊക്കെ കണ്ടില്ല ഉള്ളിൽ. നല്ല നീറ്റ് വണ്ടിയാണ്. ഒറ്റാൾ യൂസ് ചെയ്ത വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ 800 അങ്ങനെ കുറവാണ്, പൊതുവേ ഇല്ല. അതെ അതെ നല്ല വെൽ മെയിൻറ്റൈൻഡാ കൊണ്ടുവരുന്നത്. നല്ല വൃത്തിക്കാണ് കൊണ്ടുവരുന്നത് വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനൽ 58,000 റുപ്യ കൊടുക്കും. ഫൈനൽ റേറ്റ് 58 റുപ്യ കൊടുക്കാം. പേപ്പർ ഭാഗങ്ങളൊക്കെ പക്കയാണ്. കോഴിക്കോട് സിംഗിൾ ഓണർ വണ്ടി. അടുത്തത് 2013 മോഡൽ ഷവർലൈറ്റിൻ്റെ സ്പാർക്ക് വരുന്ന വണ്ടിയാണ്. LS ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, പവർ വിൻഡോസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഫാമിലി യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണിത്. അത്യാവശ്യം മോഡലുണ്ട്. 2013 മോഡലിൽ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്കൊരു 1:30 റേഞ്ചിട്ടേ കൊടുക്കാം. 10-60 റുപ്യ 70 റുപ്യ റേഞ്ച് ലോണും വേണേൽ വാങ്ങിത്തരാം. ഓക്കെ. പിന്നെ ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ നോക്കി നല്ല ക്ലീനാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഷവർലയാണ്. ആ റേഞ്ചേ വരുന്നുള്ളൂ. ആ റേഞ്ചിൽ കൊടുക്കാം. നമുക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. ഈ വണ്ടീൻ്റെ പ്രത്യേകതയാണ്. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോസ് ഉണ്ടാവും. ഇതിൽ സെൻട്രൽ ലോക്ക് ഉണ്ട്. സിസ്റ്റം അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. ഒരു ഫാമിലി യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ചെറിയ റേഞ്ചിൽ വരുന്ന പാർട്സ് കിട്ടാണ്ടൊന്നുമില്ല. ലേശം ഒരു ടൈറ്റ് ഉണ്ട്. വണ്ടി കിട്ടാനൊക്കെ ഉണ്ട്. വണ്ടി കണ്ടമാനുണ്ടല്ലോ. 2007 മോഡല് ഷവർലൈറ്റിൻ്റെ തന്നെ ഷവർലൈറ്റ് യുവയാണ് വരുന്നത്. ഇതിലും എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. കിട്ടില്ല അലവിൽ കാര്യങ്ങൾ. പ്ലാറ്റിൻ്റെ ഒറിജിനൽ അലവിൽ ഒക്കെ ചെയ്ത വണ്ടി കേട്ടോ. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിൽ AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോ, അതേപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ 4 ഫുള്ളാണ്. അടിപൊളി അലവിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണർഷിപ്പ് 3rd ഓണറാണ് വരുന്നത്. 1 ലക്ഷം കിലോമീറ്റർ ആ റേഞ്ചിലേ ഓടിയിട്ടുള്ളൂ. വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്കില്ല. ഇത് നമുക്ക് ഫൈനലൊരു 88 റുപ്യ കൊടുക്കാം. 88,000 റുപ്യക്ക്. 2027 വരെ പേപ്പർ ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ കാണിച്ചോ ഒക്കെ പക്കയാണ്. അടിപൊളി അലേവിലാണ്. പ്ലാറ്റിൻ്റെ ഒറിജിനൽ അലേവിലാണ്. 88 റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. അടുത്തതാ നമ്മളെ ടാറ്റേൻ്റെ നാനോ 2015 മോഡൽ 16 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിക്കി ഓപ്പൺ വരുന്ന ടൈപ്പാണ്. ഇതിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്കൊരു 1:30 റേഞ്ചിട്ടേ കൊടുക്കുകയും ചെയ്യാം. 2016 കേട്ടോ. 15 മോഡലും 16 രജിസ്ട്രേഷനും. 2031 വരെ പേപ്പർ ഉണ്ടാവും. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പക്ക ആയിരിക്കും. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. AC ഒക്കെ പക്ക വർക്കിംഗ് ആണ്. ഓ 10-60 റുപ്യ 70 റുപ്യ റേഞ്ച് ലോണും കയറും. അടുത്തത് മാരുതിൻ്റെ അൾട്ടോ ആണ്. ഒരു ലോ ബഡ്ജറ്റിൽ വരുന്ന വണ്ടിയാണ് വരുന്നത്. 2006 മോഡൽ വരുന്ന വണ്ടിയാണ്. 6 മോഡലാണ് വണ്ടി. 26 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഫിറ്റാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല.
ടയറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ കണ്ട് ഫുള്ള് ടയറാണ്, ബാക്കിലും ആവറേജ് ടയറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല വണ്ടിയാണ് ഇത്. നമുക്ക് ഫൈനൽ ഒരു 10-68 റുപ്യ കൊടുക്കാം, 68,000 റുപ്യക്ക് കൊടുക്കാം ഈ വണ്ടി. 2006 മോഡലാണ്. 2026 വരെ പേപ്പർ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആണ് വണ്ടി. AC പവർ സ്റ്റാറിംഗ് ഒന്നും ഉണ്ടാവില്ല. കേൾപ്പാവുന്ന എക്സിലുള്ള വണ്ടിയാണ്. നല്ല വണ്ടി, ഓട്ടാനൊക്കെ നല്ല സുഖമുള്ള വണ്ടിയാണ്. ടയർ ഭാഗങ്ങളും ഒക്കെ ഉണ്ട്. എടുക്കുക, ഒരു സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുക, ഓടിക്കാന്നല്ലാണ്ട് വേറെ പണിയെടുപ്പിക്കാനും കാര്യങ്ങളൊന്നുമില്ല. 68 റുപ്യക്ക് ഓഫർ റേറ്റിൽ കൊടുക്കാം നമുക്ക് ഫൈനൽ. കേട്ടെ, ഇത് വരുന്നത് 2019 മോഡലാണ്. സിംഗിൾ ഓണർ ടിയാഗോ, ടാറ്റയുടെ ടിയാഗോ ആണ്. XT ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ, പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏകദേശം ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഏകദേശം 4-4.5 റുപ്യ റേഞ്ചിൽ ലോണും കയറും. 4.5 റുപ്യ റേഞ്ച് നമ്മൾ ആസ്ക് ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 4.5 വരെ ലോണും ചെയ്തുതരാം കേട്ടോ. XT ആണ് ഓപ്ഷൻ വരുന്നത്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നാനോൻ്റെ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഓട്ടോമാറ്റിക്കും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഓട്ടോമാറ്റിക് മാത്രമല്ല, കണ്ടമാനം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. അടുത്ത വീഡിയോ വരുന്നതാണ്. ഫോർച്യൂണർ, അതേപോലെ പജീറോ ഉണ്ട്, ഇത്യോസ് ഉണ്ട്, പിന്നെ സൈലോ കാര്യങ്ങൾ, ഈക്കോ എല്ലാ വണ്ടികളും ഉണ്ട്. വീഡിയോ ബാക്കിൽ വരും. ഇത് വരുന്നത് 2016 മോഡലാണ്. ടാറ്റയുടെ നാനോ ഓട്ടോമാറ്റിക് XT എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. 56,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് ടയർ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് XT. അതായത് AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, പവർ വിൻഡോ, ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. പവർ വിൻഡോസ് അത്യാവശ്യം ഹൈറ്റും ഞാനാണല്ലോ, അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണല്ലോ, ഓട്ടോമാറ്റിക്കും അല്ലേ. ഇത് നമുക്കൊരു 2-2.25 റേഞ്ച്, 2.25 റേഞ്ച് ഇട്ടേ കൊടുക്കുകയും ചെയ്യാം. 1-1.5 റുപ്യേൻ്റെ അടുത്ത് ലോണും ചെയ്തുതരാം. ഓക്കെ, വേറെ കണ്ടമാനം വണ്ടികളുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക. വീഡിയോ അടുത്തതായിട്ട് വരുന്നതാണ്. നമ്മളിത് 70-70-12-95-65 അടിയിൽ കൊടുക്കുന്നതാണ്. കോൺടാക്ട് ചെയ്യാം. ഇത് വരുന്നത് മുട്ടിലാണ്, വയനാട് മുട്ടിൽ, അതായത് മടക്കിമല ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓൺ മൈക്കാർ എന്ന് പറയും കേട്ടെ. അടുത്തത് ഹുണ്ടായിൻ്റെ സാൻഡ്രോ ആണ് വരുന്നത്. 2012 മോഡൽ. AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. കമ്പനി സ്റ്റീൽ വരുന്ന വണ്ടി കേട്ടോ. ടയർ ഭാഗങ്ങളും ഒക്കെ ഓക്കെയാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓൺഷിപ്പ് 3rd ഓണറാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. ഇത് റാന്നിയോ, ഇത് 28 ആ കമന്റ് ചെയ്യാൻ പറയും. 28 എടിയാന്ന് നമുക്ക് നോക്കാണ്ട് പറയാനറിയില്ല. ഇത് നമുക്ക് ഫൈനല് 1.25 കൊടുക്കാം. 1.75 കൊടുക്കാം. 2012 മോഡല് സാൻഡ്രോ സിങ് GLS. AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 1 ലക്ഷം റുപ്യ റേഞ്ചിൽ ലോണും വേണം വാങ്ങിത്തരാം. 4 ടയർ ഉണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്, ഫ്ലഡ് ഒക്കെ ഗ്യാരണ്ടി. നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ട്. അപ്പോൾ പോലെ കൊണ്ടുപോയിട്ട് പറയാം, 1 മാസം കഴിഞ്ഞിട്ട് ഇത് ഫ്ലഡ് ആയ വണ്ടിയാന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ പോളിസി ഉള്ള വണ്ടിയാണ്. നമ്മളെല്ലാം അത്രയും ചെക്ക് ചെയ്തിട്ട് എടുക്കുന്ന വണ്ടികളാണ്. ഫ്ലഡ്, മേജർ ആക്സിഡൻ്റ് ഒക്കെ നമ്മൾ ഗ്യാരണ്ടിയാണ് ഏത് വണ്ടിക്കാണെങ്കിലും. ഇത്ര വണ്ടികളാണ് നമ്മളിപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മളടുത്ത് കണ്ടമാനം സ്റ്റോക്കുകളുണ്ട്. എത്തിയോസ് ഉണ്ട്, അതേപോലെ പജീറോ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, ഇന്നോവ ഉണ്ട് വരാൻ, എക്കോസ്പോർട്ട് ഉണ്ട്, ഡിസയർ, കണ്ടമാനം വണ്ടികളുണ്ട്. നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മളെ നമ്പർ 70-12-95-65 ആണ്. ലൊക്കേഷൻ വരുന്നത് വയനാട് മുട്ടിൽ, അതായത് 70-12-95-65 ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അടിയിൽ കൊടുക്കാം. ലൊക്കേഷൻ വരുന്നത് വയനാടാണ്, മുട്ടിലാണ്. മുട്ടിൽ ഓൺ മൈക്കാർ, അതായത് മുട്ടിൽ ടൗൺ കഴിഞ്ഞപാട് ബത്തേരി റോഡിലേക്ക് പോകുമ്പോൾ മടക്കിമല ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമുക്കൊരു 15 ലക്ഷം റുപ്യ വരെയുള്ള വണ്ടികളുണ്ട്. 10-35,000 റുപ്യ മുതൽ സ്റ്റാർട്ടിങ്ങിൽ, 25 റുപ്യ 30 റുപ്യ മുതൽ 10-15 ലക്ഷം റുപ്യ വരെയുള്ള വണ്ടികൾ നമ്മളിപ്പോൾ നിലവിൽ സ്റ്റോക്കിലുണ്ട്. വണ്ടികൾ ഇനി വരാനുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയ സ്റ്റോക്കുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനിയും വീഡിയോകൾ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.
അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ സാധാരണക്കാരൻക്ക് പറ്റിയ വണ്ടിയാണെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ വില കൂടിയാലും കുറഞ്ഞാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ ഇവിടെ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തരുന്ന പ്രത്യേക സപ്പോർട്ടാണ് നമ്മുടെ ഇതുപോലത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താക്കുന്നത് ഒന്നുകൂടി നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും goodbye.